കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് ധാരാളം പുതിയ സ്കീമുകളും പദ്ധതികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിഭാവനയിലുണ്ട്. സ്റ്റാർട്ടപ്പ് ബൂമിനൊക്കെ അതൊരു വലിയ ഘടകമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു മേഖലയുണ്ട് ശോഭിക്കാൻ ജീവിക്കാൻ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ EDC-കൾ ചെയ്യുന്നത്. ജോബ് സീക്കേഴ്സിന് പകരം ജോബ് പ്രൊവൈഡേഴ്സ്, ആ ഒരു കൺസെപ്റ്റിലേക്ക് കേരളത്തിൻ്റെ യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഫോ പാർക്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കമ്പനികളാണ് ഇപ്പോഴും ക്യൂ നിൽക്കുന്നത്. ഇല്ല, കൊടുക്കാൻ സ്ഥലമില്ല. IT മേഖലയിലും ഇല്ല, അല്ലാണ്ടും ഇല്ല. ഫാം സെക്ടറൊക്കെ നല്ല സ്കോപ്പ്ഫുൾ ആയിട്ടുള്ള മേഖലയാണ്. പിങ്ക് ബിസിനസ് പാർക്കുകൾ, ഈ പിങ്ക് പാർക്കിന്റെ പ്രത്യേകത എന്തായിരിക്കും? പിങ്ക് ബിസിനസ് പാർക്കുകൾ എന്ന് പറയുന്നത് വനിതകളുടെ ഓണർഷിപ്പിൽ പുതിയ സംരംഭകർക്ക്, എക്സിസ്റ്റിംഗ് സംരംഭകർക്ക് എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് 2 കോടി രൂപ വരെ വായ്പ കൊടുക്കുക എന്നുള്ളതാണ്. അത് 5% ഇൻട്രസ്റ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഈ മാനുഫാക്ചറിങ് രംഗത്തുള്ളവർക്കും സർവീസിലും ഒക്കെ സർവീസിലുള്ളവർക്കും ഒക്കെ കിട്ടും. പക്ഷെ അതിൽ കുറെ നെഗറ്റീവ് ലിസ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് കിട്ടാവുന്ന വിധത്തിലുള്ള പദ്ധതികൾ വേറെ ഏതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? കേരളം ഇപ്പോൾ വളരെയധികം വ്യവസായ സൗഹൃദമായിട്ടുണ്ട്. പുതിയ ബജറ്റിൽ, ഈ കഴിഞ്ഞ മാസം വന്ന ബജറ്റിൽ മുഖ്യമന്ത്രി വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായ പദ്ധതികൾ ഉൾപ്പെടെ വളരെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യവസായ മന്ത്രി ആവട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല പദ്ധതികളും വ്യവസായികൾക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മോടൊപ്പം ഉള്ളത് വ്യവസായ വിദഗ്ധനായ ശ്രീ TS ചന്ദ്രനാണ്. നമസ്കാരം സാർ. നമസ്കാരം. പ്രോഫിറ്റ് ബിസിനസ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യമായിട്ടാണ് പ്രോഫിറ്റിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഓക്കെ. വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള കുറേ നടപടികൾ നമ്മുടെ വ്യവസായ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് നമ്മളുടെ വ്യവസായ മന്ത്രി പദം പല തവണകളിൽ അലങ്കരിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത് തന്നെ കുറച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫോർമലായിട്ട് അദ്ദേഹം നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവയെന്ന് പറയാമോ? എപ്പോഴും ഒരു ഫോക്കസ് വ്യവസായ സൗഹൃദമാക്കുക എന്ന ഒരു കാര്യം വെച്ചുകൊണ്ടുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം 2-3 തവണ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏറെക്കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വ്യവസായം അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സെൻസിൽ വികസിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം പുതിയ സ്കീമുകളും പദ്ധതികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിഭാവനയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന, കേരളം പോലുള്ള ഒരു സംസ്ഥാനം നേരിടുന്ന എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം കേരളത്തിൻ്റെ ഒരു ആംഗിളിൽ നിന്നാണല്ലോ അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ MSME അല്ലെങ്കിൽ വ്യവസായ മേഖലയെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു കൾച്ചർ എപ്പോഴും അതിന് അനുകൂലമല്ല. ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് കൾച്ചർ അല്ല കേരളത്തിൻ്റെ എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിന് അദ്ദേഹമൊക്കെ കൊണ്ടുവന്ന ഒത്തിരി പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിദ്യാലയങ്ങളിലെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഒരു EDC എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബുകൾ, അതൊക്കെ അദ്ദേഹം അന്ന് പണ്ട് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ വിദ്യാലയങ്ങളിൽ നമ്മുടെ ഇപ്പോഴേ ഈ സ്റ്റാർട്ടപ്പ് ബൂമിനൊക്കെ അതൊരു വലിയ ഘടകമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു മേഖലയുണ്ട് ശോഭിക്കാൻ ജീവിക്കാൻ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ EDC-കൾ ചെയ്യുന്നത്. അത് പല രീതിയിലുള്ള പരിഷ്കാരങ്ങളൊക്കെ പിന്നീടൊക്കെ വന്നു. പക്ഷെ ഇപ്പോഴും അത് റൺ ചെയ്യുന്നുണ്ട്. +2 മുകളിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും EDC ചെയ്യാം. ഇപ്പോൾ അത് 8ാം ക്ലാസ്സിൽ മുതൽ തുടങ്ങണം എന്നുള്ള ഒരു ആർഗ്യുമെൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ അനുകൂലമായിട്ട് ഉടനെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണ്ട് കാലത്ത് അച്ഛനമ്മമാർ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല അവരുടെ മക്കൾ ഒരു വ്യവസായിയാകണം അല്ലെ ബിസിനസ്സുകാരനാവണം എന്നൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. എന്തിനാ വെറുതെ തലവേദന എടുത്തു വയ്ക്കുന്നത് എന്നുള്ള ഒരു ഫീലായിരുന്നു കൊണ്ട് തന്നെ. ആ അവസ്ഥയൊക്കെ ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഠിക്കാൻ കൊള്ളില്ലാത്തവൻ അല്ലെങ്കിൽ പഠിക്കാൻ പോവാത്തവൻ, അങ്ങനെയൊന്നും കഴിയാത്ത ഒരു ആൾക്കാരാണ് കച്ചവടത്തിന് പോകുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പം പണ്ടത്തെ പോലെ ഒരു ജോലിക്ക് വേണ്ടിയുമല്ല, ഒരു ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റി പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ജോബ് സീക്കേഴ്സിന് പകരം ജോബ് പ്രൊവൈഡേഴ്സ്,
ആ ഒരു കൺസെപ്റ്റിലേക്ക് കേരളത്തിൻ്റെ യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. വലിയ മാറ്റം ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് രംഗത്തായാലും MSME രംഗത്തായാലും ശരി, യുവാക്കളുടെയൊക്കെ ഒരു വലിയ തള്ളിക്കയറ്റം നമുക്ക് കാണാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യവസായങ്ങൾ തുടങ്ങിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതിന് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിൽ ഈ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടാത്തതിൻ്റെ ഒരു കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡെവലപ്ഡ് ലാൻഡും ബിൽഡിങ്ങും ഒക്കെ അവൈലബിളാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോഴും അത് അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കുന്നതിന് ഒരുപക്ഷെ അദ്ദേഹം തന്നെ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ നവീകരിച്ച് ഇപ്പോൾ നല്ലൊരു സ്റ്റേജിലേക്ക് അതിനെ കൊണ്ടുവന്നു. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 55ഓളം പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ വന്നു. ഈ ഇൻകലൊക്കെ അതിന്റെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയാണ് ഇൻകല്, കിൻഫ്ര, KSIDC എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്. പക്ഷെ ആർക്കൊക്കെ എസ്റ്റേറ്റുകളുണ്ട് എങ്കിലും കേരളത്തിലെ ആപ്ലിക്കൻസിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ ഇന്നും കേപ്പബിൾ അല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇൻഫോ പാർക്കിലൊക്കെയാണെങ്കിൽ ഒരുപാട് കമ്പനികളാണ് ഇപ്പോഴും ക്യൂ നിൽക്കുന്നത്. ഇല്ല, കൊടുക്കാൻ സ്ഥലമില്ല. IT മേഖലയിലും ഇല്ല, അല്ലാണ്ടും ഇല്ല. അപ്പം ഇപ്പോൾ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ തെലുങ്കാനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലം അക്വയർ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സ്ഥലം കിട്ടാൻ ഒരു പാടുമില്ല. പക്ഷെ കേരളത്തിൻ്റെ സ്ഥിതി അതല്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നത്. അതുപോലെ ഈ ക്യാമ്പസുകളിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, ലാൻഡ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടത്തിലാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ തലത്തിലേക്ക് പുതിയ ഗവൺമെൻറ് കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വനിതകൾക്ക് മാത്രമായിട്ട് ഒരു പിങ്ക് ബിസിനസ് പാർക്കുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ 14 ജില്ല എടുത്തു കഴിഞ്ഞാൽ വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും വ്യവസായ വകുപ്പിന്, സർക്കാരിന് വ്യവസായ എസ്റ്റേറ്റുകളും മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു നിശ്ചിത ഏരിയ ഈ വനിതാ വ്യവസായികൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രൈവറ്റ് പിങ്ക് ബിസിനസ് പാർക്കുകൾ. ഈ പിങ്ക് പാർക്കിന്റെ പ്രത്യേകത എന്തായിരിക്കും? പിങ്ക് ബിസിനസ് പാർക്കുകൾ എന്ന് പറയുന്നത് വനിതകളുടെ ഓണർഷിപ്പിൽ മോർ ദാൻ 51% വരുന്ന ഓണർഷിപ്പിൽ അവർ റൺ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ ഓസ് ചെയ്യുക എന്നുള്ളതാണ്. അവയെല്ലാം കൂടി ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരിക, അത്തരം താല്പര്യപ്പെടുന്ന പുതിയ വനിതാ സംരംഭകർക്ക് അവിടെ സ്പേസ് കൊടുക്കുക. ഈ വനിതാ സംരംഭകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും അതാണ്, നല്ലൊരു സ്പോട്ട് ഇവർക്ക് വർക്കിംഗ് സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അത് വരുമ്പോൾ വലിയ ഏരിയ കൊടുക്കണമെന്നില്ല. ഇപ്പം ചെറിയ ഗാർമെൻറ്റ് യൂണിറ്റുകളോ, ഫുഡ് യൂണിറ്റുകളോ, എഞ്ചിനീയറിംഗ് യൂണിറ്റുകളോ, ഫർണിഷിംഗ് യൂണിറ്റുകളോ, അല്ലെങ്കിൽ അതുപോലുള്ള യൂണിറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള ഏരിയകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ പോലും അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മൾട്ടി സ്റ്റോറീഡ് ഗാലകളാകാം, ഇല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വെച്ചെങ്കിലും ഈ പറയുന്ന പിങ്ക് ബിസിനസ് പാർക്കിൽ വനിതകൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഭൂമുണ്ടാക്കും. സർക്കാർ വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം സർക്കാരിന് ഈ 14 ജില്ലകളിൽ 13 ജില്ലകളിലും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്. അവിടെ വേക്കൻറ്റ് ലാൻഡ് വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലായിടത്തും ആസച്ച് ലാൻഡ് കിടപ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് വിചാരിച്ചാൽ പല അൺയൂട്ടിലൈസ്ഡ് പോർഷൻസും അതുപോലെ തന്നെ പല പൂട്ടിപ്പോയ കമ്പനികളുടെ സ്ഥലങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിങ്ക് ബിസിനസ് പാർക്ക് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. നമ്മുടെ KSRTCയിൽ പ്രിയദർശിനി പദ്ധതി വന്നതുപോലെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ ഒരു പ്രിയദർശിനി പാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇങ്ങനെ പിങ്ക് പാർക്കുകൾ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രിയദർശിനിയിൽ ഫ്രീ ആണ്, ഇവിടെ ഫ്രീ ആയിട്ട് എന്തായാലും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. ഒരു മുന്നേറ്റത്തിനാണ്. അതെ അതെ, സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിന് ഒരു 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 സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, അത് ഗവൺമെന്റിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കണം. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ KFCയിലും ഒക്കെ ഒരുപാട് പദ്ധതികൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും മുഖ്യമന്ത്രി ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വളരെ നല്ല 2-3 പദ്ധതികളുണ്ട്. അതിലൊന്ന് ഈ CMEDP എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതി CMEDP ആണ്.
കേന്ദ്രത്തിന്റെ PMEDP പോലെ ആയിരിക്കും. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. CMEDP എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു ഇതാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ആ സ്കീമിൽ പറഞ്ഞിരുന്നത് 2 കോടി രൂപ വരെ 2 കോടി രൂപ വരെ സംരംഭകർക്ക്, പുതിയ സംരംഭകർക്ക്, എക്സിസ്റ്റിംഗ് സംരംഭകർക്ക് എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് 2 കോടി രൂപ വരെ വായ്പ കൊടുക്കുക എന്നുള്ളതാണ്. അത് 5% ഇൻട്രസ്റ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 9.5% അവരുടെ വായ്പയുടെ പലിശ വരുന്നത്. ബാക്കി ഇൻട്രസ്റ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ KFCയും വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സ്കീമാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി. ഒത്തിരി വ്യവസായികൾ ഒരു വർഷം 400ഓളം സംരംഭങ്ങളെയാണ് ഉദ്ദേശിച്ചത് എങ്കിലും അതിൽ കൂടുതൽ സംരംഭങ്ങൾ ആ രംഗത്തേക്ക് വന്നു. നല്ല രീതിയിൽ അത് പ്രകാരം ലോണുകൾ കൊടുത്തു. നല്ലൊരു സ്കീമായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പോയി. സംരംഭകരെ സംബന്ധിച്ച് വളരെ ആകർഷകമായിരുന്നു. കാരണം 5% പലിശയ്ക്ക് 2 കോടി രൂപ വരെ കിട്ടും. അതിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്തവരുണ്ട്, 10 ലക്ഷം രൂപ എടുത്തവരുണ്ട്, 50 ലക്ഷം രൂപ എടുത്തവരൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്നവർ തന്നെ ധാരാളം പേരുണ്ട്. 2 കോടി എടുക്കണമെന്നില്ല. പരിധി എത്രയാണ്? നമുക്ക് 2 കോടി വരെ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 2 കോടി കൂടുതലുണ്ടെങ്കിലും കൊടുക്കാം, ഇപ്പോൾ 5 കോടി വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ 2 കോടി രൂപ വരെയുള്ള ലോണുകൾക്ക് ഈ 5% ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് റീപേ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് ഈ 5% ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ഉള്ളൂ. ഇത് ഈ മാനുഫാക്ചറിങ് രംഗത്തുള്ളവർക്കും സർവീസിലും ഒക്കെ സർവീസിലുള്ളവർക്കും ഒക്കെ കിട്ടും. പക്ഷേ അതിൽ കുറേ നെഗറ്റീവ് ലിസ്റ്റ് പറയുന്നുണ്ട്. അതൊഴികെയുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും കിട്ടും. ഈ നെഗറ്റീവ് പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ബാർ ഹോട്ടലുകൾ, അവരുടെ റീപേയ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ, അതുപോലെ മെറ്റൽ ക്രഷർ, അതുപോലെ വരുന്ന കുറച്ച് മൈനിങ് ആയി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളെ നെഗറ്റീവ് ലിസ്റ്റിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊഴികെയുള്ള ആ ലിസ്റ്റിൽ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിൽ വായ്പ കിട്ടും. പുതിയ യൂണിറ്റിനും കിട്ടും. ഇനിയിപ്പോൾ ഒരു യൂണിറ്റ് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ അതൊക്കെ നടത്തുകയാണെങ്കിൽ അവർക്കും കിട്ടും. ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിനും വർക്കിംഗ് ക്യാപിറ്റലിനും കിട്ടും. അപ്പോൾ 2 കോടി രൂപ വരെ 5% പലിശയ്ക്കും അതിൽ കൂടുതൽ വന്നാൽ അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനും. ഇതിൽ സംരംഭകരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, അവർക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ഇവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പം മറ്റ് പല ബാങ്കുകൾക്കും വേണമെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാം. പക്ഷേ ഇവർക്ക് അതിനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. വളരെ ചെറിയൊരു എമൗണ്ടിന് മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് ഈ സ്കീം കൊളാട്രൽ ഫ്രീ ആയിട്ടല്ല നടപ്പിലാക്കുന്നത്. KFC വഴിയാണ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാണ്. നിലവിലുള്ള യൂണിറ്റുകൾക്കും പറ്റും, എക്സ്പാൻഷൻ അങ്ങനെ വരുന്ന യൂണിറ്റുകൾക്കും അത് അവൈൽ ചെയ്യാം. ഇത് നിലവിലുള്ള പദ്ധതി. ഇതിന് എന്താണ് പുതിയ വന്നിരിക്കുന്നത്? കഴിഞ്ഞ മാസം ഈ സ്കീമിനെ പരിഷ്കരിച്ചു. അതായത് ഈ ജൂലൈ 27 മുതൽ ഈ പുതിയ സ്കീമാണ് പ്രാബല്യത്തിൽ വരിക. ജൂലൈ 27 മൺഡേ മുതൽ ഈ CMBDP എന്ന് പറയുന്നത് പുതിയ സ്കീമായിട്ട് നടപ്പാക്കുകയാണ്. ആ സ്കീമിൽ ഈ നെഗറ്റീവ് ലിസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല. ആ സ്കീമിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ സ്കീം പ്രകാരമുള്ള എമൗണ്ട്, തുക, അത് 5 കോടി രൂപ വരെയായിട്ട് ഉയർത്തി. അതായത് നിലവിൽ 2 കോടിയായിരുന്നത് ഇപ്പോൾ 5 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. അതെ, 2 കോടിയായിരുന്നു 5 കോടിയാക്കി ഉയർത്തി. പക്ഷെ അതിലപ്പോൾ ചെറിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. 5% പലിശയായിരുന്നത് 6% ആക്കി. 6% പലിശയാക്കി. അതായത് തുടക്കം തൊട്ടേ 5 കോടി വരെയും 6% ആക്കി പലിശ. അത് 5 വർഷത്തിന് റീപേയ്മെന്റ് നടത്തണം. അതിൽ കൂടുതൽ വന്നാൽ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിലവിലിപ്പോൾ 6% പലിശയ്ക്ക് 5 കോടി രൂപ വരെ സംരംഭകർക്ക് വായ്പ കിട്ടുന്ന ഒരു തലത്തിലേക്ക് വന്നു. അതാണ് ഇതിൽ വന്നിട്ടുള്ള കാര്യമായൊരു മാറ്റം എന്ന് പറയുന്നത്. അത് പുതിയ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അത് 2026 ജൂലൈ 27 മുതൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. വനിതകൾക്ക് എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യമുണ്ടോ? വനിതകൾക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വനിതാ സംരംഭകർക്ക് മാത്രമായിട്ട്, എക്സ്ക്ലൂസീവ്ലി മാത്രമായിട്ട് ഏതെങ്കിലും സ്കീമുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് 2 മാസം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആലോചനകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ
ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച ഒരു സ്കീം ഇനി വരാനുണ്ട്. യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആ അത് തന്നെ, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അത് 5 ലക്ഷം രൂപ വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് 5 ലക്ഷം രൂപയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 10 ലക്ഷം രൂപ വരെയൊക്കെ ഉയർത്താൻ സാധ്യതയുണ്ട്. കൊളാട്രൽ ഫ്രീ ആയിട്ട് സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ 10 ലക്ഷം രൂപ വരെ സംരംഭകർക്ക് കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 ലക്ഷം രൂപ വരെ ഉള്ള സ്കീമുകൾക്ക് കൊടുക്കും, പലിശരഹിതമായ വായ്പ കൊടുക്കും എന്നാണ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 സ്കീമുകളിൽ 5 ഡിക്ലറേഷനുകളിൽ ഒന്ന് യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ കൊടുക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു 10 ലക്ഷം രൂപ വരെ ആക്കി ഇതുപോലെ KFC ആയിട്ടോ കൊടുക്കും. അതെ, KSIDC ആയിട്ടോ ഒക്കെ ചേർന്ന് അതല്ലെങ്കിൽ ബാങ്കുകളുമായിട്ട് ചേർന്നിട്ടൊക്കെ നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അതെ, ഞാനത് ഗവൺമെൻറ്റിന് ഒരു പ്രപ്പോസലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ 5 ലക്ഷം രൂപ വരെയാണ് വെച്ച് കൊടുത്തത്, പൂർണ്ണമായിട്ടും കൊളാട്രൽ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടും ഒരു ചെറുപ്പക്കാരന് 5 ലക്ഷം രൂപ വരെ കൊടുക്കണം. 10 ലക്ഷം രൂപ വരെ കൊടുക്കാം, പക്ഷേ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കണം. അതിൽ സാറിൻ്റെ സജഷൻസ് എന്തൊക്കെയാണ്? എൻ്റെ സജഷൻസ് പറഞ്ഞത് എല്ലാത്തരം ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ആക്ടിവിറ്റിക്കും ഈ ഫണ്ട് ലഭ്യമാക്കണം. എല്ലാത്തരം ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ആക്ടിവിറ്റിക്കും. അതിൽ വ്യവസായം എന്ന് പറയാൻ പാടില്ല, സർവീസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല, ട്രേഡ് പറയാൻ പാടില്ല, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഫാം സെക്ടർ, കൃഷി, അഗ്രോ റിലേറ്റഡ് ഫാം സെക്ടറൊക്കെ നല്ല സ്കോപ്പ്ഫുൾ ആയിട്ടുള്ള മേഖലയാണ്. ഇപ്പോൾ ഒത്തിരി യുവാക്കൾ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സഹായിക്കുന്ന തരത്തിൽ വേണം ഈ സ്കീം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കൊടുത്ത പ്രപ്പോസൽ. ഗവൺമെൻറ് അംഗീകരിക്കുമെന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇതിനെല്ലാവർക്കും ഇത് പ്രൊവൈഡ് ചെയ്യണമെന്നും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇമ്പോസ് ചെയ്യരുതെന്നും അതുപോലെ തന്നെ 50 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് ഇത് കൊടുത്താൽ മതി എന്നുമാണ് ഞാനതിൽ പ്രപ്പോസ് ചെയ്ത് ഗവൺമെൻറ്റിന്, വ്യവസായ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഞാൻ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കില്ല എന്നുള്ളത് വേറെ കാര്യം, നമ്മൾ ചെയ്തു എന്ന് മാത്രമല്ല. പല ഇതുപോലെ വരുന്ന പല സജഷൻസിൽ നിന്നായിരിക്കുമല്ലോ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള ചില സഹായങ്ങളും എനിക്ക് തോന്നുന്നു വ്യവസായ വകുപ്പ് ഈ അടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ടെക്നോളജിക്ക് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഒരു ടെക്നോളജി പർച്ചേസ് ചെയ്യുന്നു, ഇപ്പോൾ ടെക്നോളജി ബേസ്ഡ് ആണ് നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് നിലനിൽക്കുന്നതെന്ന് പറയാം. ഈ ടെക്നോളജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക, അതിൻ്റെ പ്രോഡക്റ്റിൽ ഐക്യരൂപ്യം കൊണ്ടുവരിക, അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക, എക്സ്പോർട്ട് സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്യുക, ഇതിനൊക്കെ തൊഴിൽ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, ലേബറേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, ഇതിനൊക്കെ എപ്പോഴും ടെക്നോളജി അപ്ഗ്രഡേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ അതിന് ഫലപ്രദമായിട്ടുള്ള സ്കീം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ച് ഇല്ലാത്തൊരു സ്ഥിതിയാണ്. പക്ഷെ അത് ഇപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമായിരിക്കില്ലല്ലോ, അതായത് IT ബേസ്ഡ് അല്ലല്ല, എല്ലാ യൂണിറ്റുകൾക്കും. ഇപ്പം നിലവിൽ യോഗേർട്ട് പോലുള്ള ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മിൽക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അവർക്കൊരു പുതിയ ടെക്നോളജി അവൈലബിൾ ആണ്. ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ കേന്ദ്ര മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഡെവലപ്പ് ചെയ്തതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്യുന്നതിന് അവർക്ക് മുടക്കേണ്ടി വരുന്ന കോസ്റ്റ്, ഒരു പക്ഷേ ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഐഡിയ മാത്രമായിരിക്കില്ല, അതൊരു മെഷീനറി കോമ്പോണൻ്റ് അടങ്ങുന്നതായിരിക്കും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറി വെച്ച് കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ടാവും അതിൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ. അത് പർച്ചേസ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്കുള്ള സ്കീം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് പല പത്രങ്ങളിലും അത് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ഓർഡർ ഇറങ്ങുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റും. ഇന്നലെ വരെ ഓർഡർ ഇറങ്ങിയതായിട്ട് എനിക്കറിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി ചില പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു 5 കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസറ്റ് രജിസ്റ്റർ ഉണ്ടാക്കുന്നു, നമ്മുടെ സ്ഥാപനങ്ങളുടെ, സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ
ഒരു ഒരു പരിശോധന നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെ എങ്ങനെയാണ് നമ്മളുടെ വ്യവസായ മേഖലയ്ക്ക് സഹായമാകാൻ പോകുന്നത്? ആഴത്തിൽ വേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഈ ഗവൺമെൻറ്റിന് മൊത്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വ്യവസായ മേഖലയ്ക്ക് ഗുണകരമാകുന്ന ഒരു കാര്യം 5ാമതായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പറയുന്നത് വ്യവസായ മേഖല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ബിസിനസ്സിനെ ചെയ്യുന്നത് എളുപ്പമാക്കുക. അതിന് വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ ഇനി എവിടെയാണോ ലീക്കേജ് ഉള്ളത്, ഇനി എന്തൊക്കെയാണോ വേണ്ടത്, അത്തരം കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു പരിഷ്കരണം നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കുറേയേറെ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലും കുറേയേറെ ഡ്രോപ്പ് ഫോൾസ് ഉണ്ട്, കുറേയേറെ പ്രോബ്ലംസ് ഉണ്ട്, കുറേയേറെ കാര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു നിയമപരിഷ്കാരം, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഉണ്ടാകും എന്നാണ് ഇന്നലെ പ്രഖ്യാപിച്ച 5 കാര്യങ്ങളിൽ 5ാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. വ്യവസായ സൗഹൃദമാക്കുന്നതിന് വേണ്ട അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് അടിസ്ഥാന നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരും എന്നുള്ളതാണ്. അത് സംരംഭകർക്ക് തീർച്ചയായും ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ പല മേഖലകളിലും സർക്കാർ ഇടപെടുകയും അത് ക്രിയാത്മകമായി വാച്ച് ചെയ്യുകയാണ് എങ്കിൽ ഒത്തിരി സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓഫീസുകൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പോലും അറിയാത്ത ഓഫീസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പല പർപ്പസിനും വേണ്ടി ഉണ്ടാക്കിയ ഓഫീസുകളുണ്ട്. അതിനൊക്കെ അസറ്റുണ്ട്, സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നുണ്ട്, അതൊക്കെ നടന്നു പോകുന്നുണ്ട്. എന്തിനാണ്? അതായത് അത് യഥാസമയത്ത് ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പ്രോജക്റ്റ് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കേരയിൽ പദ്ധതി ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി റിക്രൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം അയ്യമ്പുഴയിലെ ഗിഫ്റ്റ് സിറ്റിക്ക് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് കുറേയേറെ ജീവനക്കാർ വർക്ക് ചെയ്തിരുന്നു. ഇപ്പം ആ പ്രോജക്റ്റിന് ഇംപ്ലിമെൻറ്റ് പോകുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷെ അവിടെ ഓഫീസുണ്ട്, അവിടെ എപ്പോഴും വർക്ക് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വർക്ക് ചെയ്തിരുന്നു, അത് ഡിമോളിഷ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ അറിയണമെന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തിനാണത് അങ്ങനെ ഒരു ഓഫീസും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അസറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തോരം അസറ്റ് ഉണ്ടെന്നാണ് വിചാരിക്കണേ ഗവൺമെൻറ്റിന്. ഈ അസറ്റൊക്കെ പല ആൾക്കാരും കൈവശം വെച്ച് എൻജോയ് ചെയ്യുകയാണെന്നുള്ളതാണ്. പ്രൈവറ്റ് വ്യക്തികൾ ഒരു കോൺട്രിബ്യൂഷനും ഗവൺമെൻറ്റിന് കൊടുക്കാതെ. ഈ കാര്യത്തിൽ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരും. അതാണ് പ്രശ്നം. ഇപ്പം മൂന്നാറിൽ അച്യുതാനന്ദൻ സർക്കാർ ചെയ്ത പോലെ ഒത്തിരി എതിർപ്പുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നന്നായിട്ട് നീങ്ങുകയാണെങ്കിൽ ഇപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നല്ല ഭൂരിപക്ഷമുണ്ട്, നല്ല ഒരു CM-ഉം സ്ട്രോങ് ആയിട്ടുള്ള ആളുണ്ട്, കാര്യങ്ങൾ നന്നായി പഠിച്ചു ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ മുന്നോട്ട് പോയാൽ എന്തായാലും ഗുണം കിട്ടും. പുതിയ മിനിസ്ട്രി അധികാരത്തിൽ വന്നത് കുറച്ചൊരു നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ സംഘർഷം നിലനിൽക്കുന്ന ഒരു സമയത്താണ്. ഇപ്പം നമുക്കറിയാം ഗൾഫിൽ പ്രശ്നമാണ്. മൊത്തത്തിൽ NRI സമൂഹം നമ്മുടെ വലിയൊരു നമ്മുടെ ഇക്കോണമിയെ താങ്ങി നിർത്തുന്ന വലിയൊരു ഘടകമാണ് NRIകളുടെ റെമിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ പലരും തൊഴിലൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിലേക്ക് പോരാൻ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല വാർത്തകളും നമുക്ക് വരുന്നുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ അൺറസ്റ്റ് ആണ്. അതുപോലെ തന്നെ കയറ്റുമതി രംഗത്തും ഇപ്പോഴും ഒരു ട്രംപിൻ്റെ നിലപാടുകൾ കാരണം വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓരോ തവണയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും എന്നുള്ളതല്ലാതെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് പുതിയ സർക്കാർ അധികാരമേറ്റിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീം പ്രഖ്യാപിച്ചിരുന്നു. ആ സ്കീമിൻ്റെ പേര് എമർജൻസി ക്രെഡിറ്റ് ലൈൻ. ഈ എമർജൻസി ക്രെഡിറ്റ് ലൈൻ നേരത്തെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഒരു സംഗതിയാണ്, ഒരു സ്കീമാണ്. ഭാരതൊക്കെ പോലെ. അപ്പോൾ കോവിഡിനെ തരണം ചെയ്യാൻ വ്യവസായികൾക്ക് കൊടുത്തൊരു ഹെൽപ്പാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു സംരംഭം ഇപ്പോൾ ക്രെഡിറ്റ് ഓൺ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സംരംഭം, ക്രെഡിറ്റ് ഓൺ ചെയ്യുന്ന സംരംഭമാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അവരെ സംബന്ധിച്ച് അവരിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റിയുടെ 25% അധികമായിട്ടുള്ള ക്രെഡിറ്റ് ഒരു നിബന്ധനകളും ഒരു അഡീഷണൽ റിക്വയർമെൻറ്റും ഇല്ലാതെ തന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 20 to 25% വരെ
ക്രെഡിറ്റ് വർധനവ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിൽ വേറെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഇളവൊന്നുമില്ല. പക്ഷേ ഇത് സ്റ്റേറ്റിന്റെ പദ്ധതികളും ഉൾപ്പെടെയല്ലേ? അത് സ്റ്റേറ്റിൻ്റെ സ്കീം അല്ല, ഇത് സെൻട്രൽ. അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചേ. പക്ഷെ സെൻട്രലിന്റെ പദ്ധതികൾക്ക് മാത്രമേ ഉള്ളൂ, അതോ സ്റ്റേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾക്കും ഉണ്ടോ? ചെറുകിട വ്യവസായികൾ റൺ ചെയ്യുന്ന ഏതൊരു ചെറുകിട വ്യവസായിക്കും എടുക്കാൻ കഴിയുന്ന പദ്ധതിയാണ്. Yes. അതിൽ ഇന്ന് ഗവൺമെൻറ് എന്നില്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിന് പ്രത്യേക കൊളാറ്ററലോ പ്രത്യേക പ്രോജക്റ്റോ പ്രോജക്റ്റ് റിപ്പോർട്ടോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവരൊരു കഴിഞ്ഞ വർഷത്തെ എൻ്റെ ടേൺ ഓവർ ഇത്രയാണ്, എൻ്റെ എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് ലിമിറ്റ് ഇത്രയാണ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് ഇത്ര വേണമെന്നുള്ള റിക്വസ്റ്റും കൊടുത്താൽ പോലും അത് കൊടുക്കാം. ഇനിയിപ്പോൾ റിക്വസ്റ്റ് ഇല്ലെങ്കിൽ ഒരു രേഖാമൂലം എഴുതി കൊടുത്തില്ലെങ്കിൽ പോലും ഇവരാവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കിത് എൻഹാൻസ് ചെയ്ത് അങ്ങ് കൊടുക്കാം. അതിന് വേറെ റൂൾസ് ഒന്നും നോക്കണ്ടെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകൾ, മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകൾ, അത്തരം യൂണിറ്റുകൾക്കാണ് ഇതിൻ്റെ ഒരു സൗകര്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ എയർലൈൻ കമ്പനികൾക്കും അങ്ങനെ ഒരു സൗകര്യം അതിൽ പറയുന്നുണ്ട്. എയർലൈൻ കമ്പനികൾക്കും ഇതുപോലെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് എൻഹാൻസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ എമർജൻസി ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഒരു സ്കീം സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു 6 മാസമൊക്കെ ആയുള്ളൂ ആ എമർജൻസി ക്രെഡിറ്റ് ലൈൻ പ്രഖ്യാപിച്ചിട്ട്. 6 മാസം ആയില്ല. ഇപ്പോഴും വ്യവസായികൾക്ക് ഇത് വേണ്ട രീതിയിൽ അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. ഈ എമർജൻസി ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടോ. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ 8% മുതൽ 10% വരെ പലിശയ്ക്കായിരിക്കും ഈ ബാങ്കുകൾ ഈ വായ്പ എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ കൊടുക്കണമെന്നാണ്. വലിയ പലിശയൊന്നും അതിന് ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു സ്കീം യൂട്ടിലൈസ് ചെയ്യാവുന്ന സ്കീമാണ്. വ്യവസായികൾക്ക് അത് എമർജൻസി ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത് യുദ്ധം അതുണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ആനുകൂല്യമാണ്. സർ, ഈ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളെക്കുറിച്ചും ആൾക്കാർക്ക് അറിയില്ല. ഈ വ്യവസായികൾക്കും അല്ലെങ്കിൽ ചെറുകിടക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പദ്ധതി തന്നെ ഉദാഹരണം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് കിട്ടാവുന്ന വിധത്തിലുള്ള പദ്ധതികൾ വേറെ ഏതൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇപ്പോൾ ഏറ്റവും ഫലപ്രദമായി ചെറുകിട വ്യവസായ മേഖലയിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് PMFME എന്ന് പറയുന്നത്. PMFME എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഫോർമലൈസേഷൻ ഓഫ് ആഗ്രോ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഇത് ഇന്ത്യയിൽ ഏതൊരു സ്ഥലത്തും ഒരു ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്, അത് എക്സ്പാൻഷൻ നടത്തുന്നതിനും ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നതിനും മോഡേണൈസേഷൻ നടത്തുന്നതിനുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്കീമാണ്. കേരളത്തിന് വളരെ ഗുണകരമായിട്ടുള്ള, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കീം PMFME ആണ്. ഈ ഫുഡിൻ്റെ ഫോർമലൈസേഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ 2-3 കമ്പോണൻസ് ഉണ്ട്. ഒന്ന്, ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന യൂണിറ്റ് ആനുകൂല്യങ്ങളുണ്ട്. 2, SHGകൾക്ക് അല്ലെങ്കിൽ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. 3, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇതൊരു ലോൺ ലിങ്ക്ഡ് സ്കീമാണ്. ലോൺ എടുക്കുകയാണെങ്കിൽ സർക്കാർ ഭാഗത്തു നിന്നും സബ്സിഡി കൊടുക്കുക എന്നുള്ളതാണ് ഈ PMFME എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോൺ എടുത്താൽ മാത്രമേ ഈ ഒരു സൗകര്യം കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ലോൺ എടുക്കുന്നത് എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ പദ്ധതി ചെലവിൻ്റെ 35% പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് ഒരു ഇൻഡിവിജ്വലിന് സബ്സിഡി ആയിട്ട് കിട്ടുക. അതിന് പ്രത്യേകിച്ച് ഈ അവരുടെ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി MOFI അവരുടെ സൈറ്റിൽ കയറി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. പക്ഷേ ആ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനും ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ എൻ്റർടൈൻ ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് ഓരോ ജില്ലയിലും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളോട് ചേർന്ന് പ്രത്യേക സമിതികളും പ്രത്യേക വ്യക്തികളുണ്ട്, റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അവരെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ PMFME പദ്ധതി പ്രകാരം ലോണിന് അപേക്ഷിക്കാം, സബ്സിഡിക്ക് അപേക്ഷിക്കാം. ഓൺലൈനിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ വ്യവസായ വകുപ്പിൻ്റെ ഒരു പ്രത്യേക ബെഞ്ചിൽ നിന്നും നമുക്ക് ചെയ്ത് കിട്ടും, സഹായം ചെയ്ത് കിട്ടും. അപ്പോൾ 10 ലക്ഷം രൂപ വരെയാണ് അതിൽ
ലോണായിട്ട് സബ്സിഡി ആയിട്ട് കിട്ടുക. അത് സബ്സിഡിയാണ്, കോമ്പണൻറ്റ് 10 ലക്ഷം രൂപ വരെയാണ്. അത് 35% ലിമിറ്റഡ് ടു 10 lakh rupees ആണ്. അതുപോലെ ഈ SHGകൾക്കൊക്കെയാണ് എങ്കിൽ അതിൽ അല്ലെങ്കിൽ GLGകൾക്കോ, അപ്പോൾ ആരൊക്കെ ചേർന്നാണോ ഇത് ചെയ്യുന്നത് അതിൽ ഓരോ വ്യക്തിക്കും 40,000 rupees സബ്സിഡി ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുടുംബശ്രീ പദ്ധതികൾക്കൊക്കെ കുടുംബശ്രീയിലെ ഓരോ മെമ്പേഴ്സിനും വേണമെങ്കിൽ ഇത് കിട്ടും. അതുപോലെ തന്നെ ഈ ഇവർക്ക് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ഏതാണ്ട് 2 കോടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 കോടി രൂപ വരെ ഇതുപോലുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ കിട്ടാനും ആ സ്കീമിൽ വ്യവസ്ഥയുണ്ട്. ഈ കുടുംബശ്രീ അംഗങ്ങൾക്ക് നിലവിൽ ഇപ്പം ഇങ്ങനെ ഫണ്ട് കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന് പുറമേ ഉള്ള പദ്ധതിയാണ്. അവർക്ക് യൂണിറ്റ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. യൂണിറ്റ് നടത്താം, നിലവിലുള്ള യൂണിറ്റ് എക്സ്പാൻഷൻ നടത്താം, ഡൈവേഴ്സിഫിക്കേഷൻ നടത്താം, മോഡേണൈസേഷൻ നടത്താം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ സബ്സിഡി കോമ്പണൻ്റ് ഉപയോഗിക്കാം. ഒരു ഇൻഡിവിജ്വലിന് 40,000 രൂപ വരെ ഗ്രാൻഡ് കൊടുക്കുന്നതിന് ഈ സ്കീം അനുവദിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതിന് സഫീഷ്യൻ്റായി ഫണ്ടുണ്ട്, മിക്കവാറും ഫണ്ടൊക്കെ കിട്ടുന്നുമുണ്ട്. അപ്പം ഇപ്പോൾ ഒരു JLG ഒരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ PMFME സ്കീമിൽ അവർക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ 5 പേരൊക്കെ ചേർന്നിട്ട് JLG ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടായാലും അവർക്ക് അപേക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന് 40,000 രൂപ വരെ സബ്സിഡി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ 10 പേരുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ 4 ലക്ഷം രൂപയോളം അവർക്ക് 40,000 രൂപ ഒരാൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടും ഒരു മെമ്പർക്ക്. അപ്പോൾ അതിന് പറ്റിയ പ്രോജക്റ്റ് കൊണ്ട് ബാങ്ക് ലോണിൽ കൊണ്ട് ലോൺ സാങ്ഷൻ ചെയ്യിക്കണം. ബാങ്ക് ലോൺ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സബ്സിഡി കോമ്പോണൻറ്റ് അവർക്ക് കിട്ടും. ഈ സ്കീമിലെ വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ സ്കീമിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഇതിൽ സബ്സിഡി മറ്റ് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതും നമ്മളൊരു പ്രപ്പോസലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിനും പ്രൊവിഷൻ വേണം ഈ സ്കീമിൽ എന്ന്. എനിക്ക് തോന്നുന്നു അത് പരിഷ്കരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ചിലപ്പോൾ ഇനി വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും. വേറെ 2-3 കാര്യങ്ങൾ കൂടി ഞാനൊക്കെ അതിൽ സ്പെഷ്യൽ പ്രപ്പോസലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ വരുമോ എന്നറിയില്ല. എന്തായാലും കുറേയൊക്കെ ചേഞ്ചസ് വരുമെന്ന് വിചാരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ വനിതകൾക്കും യുവാക്കൾക്കും ഒക്കെ ആയിട്ട് ഏതെങ്കിലും പദ്ധതികൾ നടത്തുന്നുണ്ട്? ചെറുകിടക്കാർക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ എന്ന് പറയാൻ പറ്റില്ല. പറയാവുന്ന സ്കീമുകൾ ഇപ്പോൾ തീരെയില്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് ആണെങ്കിലും സ്റ്റാർട്ടപ്പിൻ്റെ സീഡ് ഫണ്ടിങ് ആണെങ്കിലും പക്ഷെ അത് ഇത്ര ഏജ് വരെയുള്ളവർക്കെന്ന് പറയുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അത് വനിതകൾക്ക് മാത്രമെന്നും പറയുന്നില്ല. പക്ഷേ പല സ്കീമുകളിലും വനിതകളെ ഒരു പ്രത്യേക കാറ്റഗറി ആക്കി കണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ PMEGP വളരെ ഫലപ്രദമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഈയിടെ കുറച്ച് റെസ്ട്രിക്ഷൻ അതിന് വന്നിട്ടുണ്ട്. അതിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ സ്കീമിലെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെ ഹിറ്റായിട്ടുള്ള ഒരു പദ്ധതിയാണ് PMEGP. പക്ഷേ അതിൻ്റെ പോക്ക് അത്ര ഒരു ആരോഗ്യകരമാണ് എന്ന് പറയാൻ പറ്റില്ല. കുറേ റെസ്ട്രിക്ഷനൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സൈറ്റിൽ വരുന്ന അപേക്ഷകരുടെ എണ്ണവും വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ആ സൈറ്റ് തുറക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇതിന് സബ്സിഡി കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്ന, ഏറ്റവും ഫലപ്രദമായി ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്ന നടന്നിരുന്ന ഒരു സ്കീമായിരുന്നു. ആ സ്കീം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ആ സ്കീം നിലനിന്ന് പോവുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു. ഒരുപക്ഷെ നിൽക്കുമായിരിക്കും. യൂണിറ്റ് തുടങ്ങണമെങ്കിൽ പോലും ഇപ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? കേരളം വല്ലാണ്ട് വ്യവസായ സൗഹൃദമായി എന്ന് പറഞ്ഞാൽ കുറേയേറെ. ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ഒരു വ്യവസായിയെ സംബന്ധിച്ച് അവന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ ലൈസൻസുകളും രജിസ്ട്രേഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ പുറകെ പോകേണ്ടതില്ല. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ 30 ദിവസത്തിനുള്ളിൽ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഏതാണോ അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഈ നമ്മുടെ ഈ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതെന്താണെന്നും കൂടി ഒന്ന്. ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു രജിസ്ട്രേഷനാണ്. ഇത് പണ്ട് SSI എന്ന് പറയുന്നത് ആൾക്കാർക്കൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. SSI രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്.